നിന്റെ മുത്തശ്ശൻ എന്താ അവൾക്ക് ഈ വീട്ടിൽ ഇത്ര ഫ്രീഡം കൊടുക്കുന്നേ? ആ അത് പിന്നെ ജോ, മുത്തശ്ശനെ അവളെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെനിക്കറിയാം. അവളും ആ കുമാരൻ തമ്മിലുള്ള കല്യാണം നിങ്ങൾ ഫുൾ ഫാമിലി മുന്നിൽ നിന്ന് നടത്തിക്കൊടുത്തത് അതുകൊണ്ടാണല്ലോ. എന്തായാലും നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ഫുൾ തണ്ണിയായ അവളുടെ ഹസ്ബൻഡിനെ മുത്തശ്ശന്റെ മുന്നിൽ ക്ലീൻ ഷീറ്റ് കൊടുത്ത് അവളുടെ തലയിൽ നീ കെട്ടിവെച്ചില്ല ആദി. ചായ. ഇതാ ചായ. നിന്റെ കെട്ടിയാൻ വന്നില്ലേ? എന്റെ കെട്ടിയോൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇവിടെയോ? ജോ. ആ അതെ. മാളു ഉദ്ദേശിച്ചതേ അവിടെ ഉണ്ടെന്നാ അല്ലേ മാളു? കുമാരേട്ടൻ ഗ്രാമത്തിലുണ്ടെന്നല്ലേ നീ ഉദ്ദേശിച്ചേ? ഇവളെന്തിനാ നിന്റെ റൂമിൽ ഇങ്ങനെ വന്നിരിക്കുന്നേ? ആ അത് ഓണമല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഒന്ന് മുറിയുന്നു പോ. ജോ, നിനക്ക് എന്നോട് സംസാരിച്ച പോരെ? ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. നമ്മൾ എന്തിനാ പുറത്തു പോന്നേ? ഇവളല്ലേ പുറത്തു പോണ്ടത്? അതെ, പക്ഷേ ആംബിയൻസ് ഒട്ടും ഓക്കെ അല്ല. കുറച്ചുകൂടെ നല്ലൊരു ആംബിയൻസിൽ പോയി നമുക്ക് സംസാരിക്കാം. അതല്ലേ നല്ലത്? അതാ നല്ലത്. എന്നാ വാ. ചായ ചായ ചൂടില്ല. വാ വാ ഇങ്ങോട്ട്. വാ, എന്താ നോക്കുന്നേ? വരുവാ. നിനക്കെന്താ അവളെ ഇത്ര പേടി? ഇത് നിന്റെ വീടല്ലേ, അത് നിന്റെ മുറിയല്ലേ, പിന്നെ നിനക്കെന്താ അവളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ പറ്റാത്തത്? അത് പിന്നെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. നല്ലൊരു ദിവസമായിട്ട് നിനക്കൊരു സർപ്രൈസ് തരാനായിട്ടാ ഞാൻ വന്നത്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അത് എടോ, എങ്ങനെ പറഞ്ഞു തുടങ്ങണ്ടെന്ന് എനിക്കറിയില്ല.